നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. നല്ലൊരു ഞായറാഴ്ച നേരും. നല്ലൊരു ഞായറാഴ്ച വാർത്തയും അല്ലേ, ഒരു സൺഡേ സപ്ലിമെന്റ് അല്ലേ, എന്തൊരു കാര്യമുണ്ടല്ലേ. ഈ വെള്ളിയാഴ്ചയായിരുന്നു തിരുവനന്തപുരം നഗരസഭയിലെ സുഗതന്റെ സ്ഥാനാരോഹണം. വീണ്ടും സത്യപ്രതിജ്ഞ അല്ല, അത് ഉറപ്പിക്കൽ. ശനിയാഴ്ച മൊത്തം വാർത്തകളിൽ നിറയുന്നു. വീണ്ടും ഞായറാഴ്ചയും അത് വാർത്തയിൽ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക അതിനകത്തൊരു ത്രെഡ് കാണണം അല്ലേ, അല്ലെങ്കിൽ പിന്നെ അത് ആറിയ കഞ്ഞി പഴങ്കഞ്ഞി പോലെ പിന്നെ ചീഞ്ഞ കഞ്ഞിയായി പോകും. പക്ഷെ അതല്ല, ഒരു ത്രെഡ് ഉണ്ട് അതിന് അല്ലേ. കാരണം സുഗതൻ്റെ അയോഗ്യനാക്കാതിരിക്കാനുള്ള BJP പക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ BJPയുടെ നീക്കങ്ങൾ അത് എത്രമാത്രം നാടകീയമായ നീക്കങ്ങൾ ഞെട്ടിക്കുന്നതായി മാറി. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് അതിലൊരു അധികമാരും അറിയാത്ത അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ ശരിക്കും അങ്ങനെയാണ്. കാരണം പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് ആരും നോക്കില്ല. മതിലിന് പൊക്കം കുറവുള്ളത് കൊണ്ട് ആരും ആ മതിൽ ആരും എത്തി നോക്കാറില്ല, അങ്ങോട്ട് നോക്കാറില്ല. മതിലല്ലേ, വെറും ഒരു മതില്. പക്ഷെ മതില് നല്ല പൊക്കം ഉണ്ടെങ്കിൽ നമ്മൾ എത്തി നോക്കി എന്തുണ്ടാകത്ത്. അതുപോലെയാണ് BJP എന്ന പൊക്കമുള്ള മതിലും LDF എന്ന CPM എന്ന പൊക്കം കുറഞ്ഞ മതിലും. ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം മനസ്സിലായി കാണും. തീർച്ചയായിട്ടും ശരിക്കും ഞെട്ടിക്കുന്ന ഒരു സംഭവം ഇതിലുണ്ട് അല്ലേ. ഇനി ചുമയെന്ന് പറഞ്ഞാലും മറ്റെന്ത് വിവാഹ ആവശ്യം എന്ന് പറഞ്ഞാലും ഒക്കെ പറഞ്ഞൊഴിയാൻ പറ്റാത്ത, 4 പേര് അറിഞ്ഞാൽ നാണക്കേട് ഉണ്ടാക്കുന്ന അല്ലേ, തലയിൽ മുന്നിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന തീർച്ചയായിട്ടും ഒരു മുൻ മേയറുടെ ചില നടപടികൾ അല്ലേ. അല്ല, അത് മുൻ മേയറുടെ എന്നുള്ളതല്ല, CPMന് വലിയ തിരിച്ചടി കൊടുക്കുന്ന, നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ വെള്ളിയാഴ്ചത്തെ കൗൺസിലിൽ നടന്നത്. പക്ഷേ CPMൻ്റെ ഭാഗ്യം കൊണ്ടോ മറ്റുള്ളവരുടെ നിർഭാഗ്യം കൊണ്ടോ അതോ നമ്മുടെ മാധ്യമങ്ങളുടെ ജാഗ്രത കൊണ്ടോ അത് ചർച്ച ചെയ്യപ്പെട്ടില്ല. അതിജാഗ്രത കൊണ്ടോ അത് ചർച്ച ചെയ്യപ്പെട്ടില്ല. നോക്കണം, ഈ ആടിനെ പട്ടിയാക്കാൻ CPMനുള്ള അത്രയും മിടുക്ക് ലോകത്ത് വേറെ ആർക്കും ഇല്ലയെന്ന് നമ്മളിങ്ങനെ പല ചർച്ചകളിലും ആവർത്തിക്കുന്ന കാര്യമാണ്. ഇവിടെ സുഗതൻ്റെ ഇഷ്യൂ ഒക്കെ നമുക്കറിയാം അല്ലേ. അവിടെ കൗൺസിൽ കൂടി വലിയ ഇതായി, ബഹളമായി. പിന്നെ ശബരിനാഥ് നിയമമൊക്കെ പറഞ്ഞു. രാജേഷ് പിന്നെ സർക്കുലർ എടുത്ത് വീശി, ആഭ്യന്തര വകുപ്പിൻ്റെ സർക്കുലർ എടുത്ത് വീശി. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് എങ്ങനെയാണ് ശബരിനാഥ് അവിടെ പരാജയപ്പെട്ടത്, എന്തുകൊണ്ടാണെന്നും അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ നമ്മൾ തലനാഴിഴ കീറി നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചു, ലളിതമായി അവതരിപ്പിച്ചു. നമ്മൾ നിയമത്തിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും പോയില്ല. മറ്റൊരു കാര്യം, ഈ ബഹളത്തിൽ മുങ്ങിപ്പോയി, അതാരും അറിഞ്ഞില്ല. സത്യത്തിൽ അത് ചർച്ചയാകേണ്ടതായിരുന്നു. അത് ചർച്ചയായിരുന്നെങ്കിൽ LDFൻ്റെ കൗൺസിലർമാർ തലേ കൂടെ മുണ്ട് വിട്ട് ഇങ്ങനെ ആരും കാണാതെ ഓടി രക്ഷപ്പെട്ടു. അത് രമേശ് ചെന്നിത്തലയെ ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തി ഒരു പഴയ പോലെ ഈ കോലീബി സഖ്യം എന്നൊക്കെ പറഞ്ഞ് ഈ ജാളിത മറയ്ക്കാനായിട്ട് പന്ത് തട്ടി അതാണ് സംഭവിച്ചത്. അതായത് UDF BJP അന്തർധാര എന്ന് CPM ഒരു നരേറ്റീവ് ഉണ്ടാക്കി. അതിന് ഇവിടുത്തെ മാധ്യമങ്ങളും ചൂട്ടുപിടിച്ചു കൊടുത്തു. ഇതാണ് സത്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം, മുൻ മേയർ കൂടിയായ ചാക്ക വാർഡിൽ നിന്ന് ജയിച്ച കൗൺസിലർ K. ശ്രീകുമാർ ആ കൗൺസിലിൽ പങ്കെടുത്തില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇത് വോട്ട് ചെയ്തില്ല. കൗൺസിലിൽ പങ്കെടുത്താലല്ലേ വോട്ട് ചെയ്യാൻ പറ്റൂ. അദ്ദേഹം കൗൺസിലിൽ എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് പുതിയ കഥകളൊക്കെ വരും. അദ്ദേഹം സുഖമില്ലാതെ കിടക്കായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ മരണം സംഭവിച്ചു, അല്ലെങ്കിൽ വിവാഹമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആകസ്മികമായി അദ്ദേഹത്തിന് ഇവിടെ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള നരേറ്റീവ്സ് വരും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം കൗൺസിലിൽ പങ്കെടുത്തില്ല എന്നാണ്. ഈ കൗൺസിൽ വളരെ സുപ്രധാനമായൊരു കൗൺസിലാണ്. തീർച്ചയായിട്ടും സുഗതൻ്റെ, ഞാൻ കണക്കിലേക്ക് വരാം, സുഗതൻ്റെ പിന്നെ ഈ അവധി അപേക്ഷ വരുമെന്നും മാത്രമല്ല സുഗതൻ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ, 3 കൗൺസിൽ കഴിഞ്ഞു. അപ്പോൾ സുഗതനെ അയോഗ്യനാക്കുന്ന കൗൺസിലിൽ തീർച്ചയായിട്ടും ഭൂരിപക്ഷം വേണം. ആ ഭൂരിപക്ഷം ഇവിടെ ഒരാൾ കുറഞ്ഞാൽ, പ്രതിപക്ഷത്തുനിന്ന് ഒരാൾ കുറഞ്ഞാൽ അത് ബാധിക്കും, വോട്ടെടുപ്പിനെ ബാധിക്കും. ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് K. ശ്രീകുമാർ
എന്തുകൊണ്ട് കൗൺസിലിൽ പങ്കെടുക്കാതെ മാറി നിന്നു എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇത് മുതിർന്ന ചില മാധ്യമ പ്രവർത്തകർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഞാനത് പ്രത്യേകിച്ചും നമ്മുടെ മനോരമയിലും മംഗളത്തിലും ഒക്കെ ജോലി ചെയ്ത് ജന്മഭൂമിയുടെ ചീഫ് എഡിറ്ററായിരുന്ന രാമേന്ദ്രൻ സാർ ഈ കാര്യം ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഇദ്ദേഹം വന്നില്ല എന്ന്. അതിൻ്റെ കാരണവും കൂടി അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് നമുക്കറിയാം 101 കൗൺസിലർമാരാണ് ആകെ ഉള്ളത്, അല്ലേ? അതിൽ BJPക്ക് 51, ഇവർക്ക് 49, പിന്നെ ഒരു സ്വതന്ത്രനുമായിരുന്നു. BJPയുടെ 51-ൽ നിന്നാണ് ഒരാൾ കാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ കിടക്കുന്ന സുഗതൻ. അപ്പോൾ 50 അപ്പുറത്ത് 49 + 1 50. ആ ഒരു സ്വതന്ത്രൻ കൂടി ഇതുവരെ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടില്ല. BJPക്ക് അനുകൂലമായ ഒരു കാര്യവും ചെയ്തിട്ടില്ലായിരുന്നു. ആ പൗണ്ട് കടവ് കൗൺസിലർ സുധീഷ് എന്ന ആ കൗൺസിലർ കൂടി ഇപ്പുറത്ത് വന്നപ്പോൾ BJPക്ക് 51, അപ്പുറത്ത് 49 തന്നെ. പക്ഷേ ആ 49 പോള് ചെയ്യപ്പെട്ടോ BJPക്കെതിരായിട്ട്. അത് രണ്ട് മുന്നണിയാണ്, UDFും LDFും. നമ്മൾ ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞ് BJP അവരെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിലും ഈ UDFിൻ്റെ 20 കൗൺസിലർമാരും LDFിൻ്റെ 29 കൗൺസിലർമാരും ഇതായിരുന്നു നഗരസഭയിലെ കക്ഷിനില. ഇപ്പുറത്ത് BJPക്ക് 50 കൗൺസിലർമാർ. പോയിട്ട് രാധാകൃഷ്ണൻ ഒരു സ്വതന്ത്രൻ, സുധീഷ് മറ്റൊരു സ്വതന്ത്രൻ. UDF 20-ൽ UDF സ്വതന്ത്രൻ എന്ന് പറയാൻ പറ്റില്ല, UDF വിമതൻ. അദ്ദേഹം വിമതനാണ്. ആരുമായിട്ടും എനിക്ക് ബന്ധമില്ല, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്നും പറഞ്ഞ് നിന്നയാളാണ്. അങ്ങനെ ഇതായിരുന്നു കക്ഷിനില. ആ കക്ഷിനിലയിൽ 29 കൗൺസിലർമാർ LDFിനുള്ളതിൽ കെ ശ്രീകുമാർ ഈ യോഗത്തിൽ, ഈ കൗൺസിലിൽ പങ്കെടുത്തില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാമേന്ദ്ര സാറിനെ പോലെയുള്ളവരത് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ കൗൺസിലിൽ നിന്ന് ഉത്തരവാദപ്പെട്ട ആൾക്കാർ തന്നെ പറഞ്ഞു അദ്ദേഹം പങ്കെടുത്തില്ല. ഞാൻ അന്വേഷിച്ചു. ഇല്ല, അത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് അദ്ദേഹം പങ്കെടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ ഉത്തരവാദപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, മേയർ തന്നെ മറുപടി പറഞ്ഞു അദ്ദേഹം പങ്കെടുത്തില്ല, ഞാൻ കണ്ടില്ല, അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അത് മേയർ ഇനിയിപ്പോൾ നേരിട്ട് കാണുമ്പോൾ ചോദിക്കുമായിരിക്കും എന്തായിരുന്നു കൗൺസിലിന് വരാത്തത്. അല്ലാതെ പുള്ളിയുടെ പുറകെ നടന്ന് അന്വേഷിക്കേണ്ട കാര്യമൊന്നും മേയർക്കില്ലല്ലോ. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ കെ ശ്രീകുമാർ എന്ന് പറയുന്ന ചാക്ക കൗൺസിലർ ഇതിൽ പങ്കെടുത്തില്ല. അദ്ദേഹത്തിന് വ്യക്തിപരമായ എന്തെങ്കിലും പിന്നെ ബുദ്ധിമുട്ട് നേരിട്ട് കാണാം. ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് സുഖമില്ലായികയോ മറ്റോ വന്ന് കാണാം. അല്ലെങ്കിൽ ഒരു പക്ഷേ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു പോയിരിക്കാം, എന്നും സംഭവിക്കാം, നമുക്കറിയില്ല. പക്ഷെ ആരും അറിഞ്ഞില്ല. ഇത് വലിയ രീതിയിൽ ചർച്ചയാകേണ്ടതായിരുന്നു. നമ്മുടെ മാധ്യമങ്ങൾ വലിയ ജാഗ്രത കാണിക്കുന്നത് കൊണ്ടായിരിക്കാം അവർ ഈ വാർത്ത പുറത്തു വരാതെ സൂക്ഷിച്ചു നല്ലവണ്ണം. കാരണം അങ്ങനെ പുറത്തു വന്നാൽ അത് LDFിന് വലിയ നരേറ്റീവ് മാറും. ശബരിനാഥന് നേരെ പോയ നരേറ്റീവ്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പോയ നരേറ്റീവ് മുഴുവനും ഇടതുപക്ഷത്തേക്ക് തിരിയും. ആരോപണങ്ങളുടെ കുന്തമുന LDFിൻ്റെ നേർക്ക് തിരിയും. അത് ഉണ്ടാകാതെ LDFിനെ കാത്തു രക്ഷിക്കാൻ നമ്മളെ തിരുവനന്തപുരത്തെ, കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഒന്നടങ്കം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം മാധ്യമങ്ങൾ വലിയ ജാഗ്രതയോടുകൂടി ഈ വാർത്ത പൊതിഞ്ഞു സംരക്ഷിച്ചത്. പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ കേൾക്കുന്നത്, അത് എത്ര ശരിയാണെന്ന് എനിക്കറിയില്ല, ഈ CPMനുള്ളിൽ ഒരു പ്രത്യേകിച്ച് നഗരസഭയുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രൂപ്പ് പോര് നടക്കുന്നതായിട്ട് ചില മുതിർന്ന മാധ്യമ പ്രവർത്തകരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ട്, വിശകലനം ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ വി ജോയിയാണ്, വർക്കല MLA വി ജോയിയാണ് ജില്ലാ സെക്രട്ടറി. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ജോയി മാറി നിൽക്കുകയും അവധിയെടുത്ത് റഹീമിന് താൽക്കാലിക ചുമതല കൊടുത്തു പാർട്ടി. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് ജോയി ജയിച്ചു വന്നപ്പോൾ ജോയിയെ വീണ്ടും ജില്ലാ സെക്രട്ടറി ആക്കി. ജോയി നേരത്തെയും ജില്ലാ സെക്രട്ടറി ആയിരുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് MLAയുമായിരുന്നു. അപ്പോൾ ഈ സ്ഥാനം, ജില്ലാ സെക്രട്ടറി സ്ഥാനം എങ്ങനെയും പിടിച്ചെടുക്കാൻ ശ്രമിച്ച മറ്റൊരാളുണ്ട്. ഒന്നുകിൽ താൻ, അല്ലെങ്കിൽ താൻ നിർദ്ദേശിക്കുന്നയാൾ. അത് മറ്റാരുമല്ല, നമ്മുടെ നേമത്തെ രാജീവ് ചന്ദ്രശേഖരനോട് പരാജയപ്പെട്ട വി ശിവൻകുട്ടി, മുൻ മന്ത്രിയും MLAയും മുൻ MLAയും ഒക്കെയായ വി ശിവൻകുട്ടിയാണ്. അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം
ഈ ജില്ലാ സെക്രട്ടറി പോസ്റ്റ് പിടിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു പോര് വളരെ രൂക്ഷമാണ്. ഇത് നഗരസഭ പ്രതിപക്ഷ ചുമതല നിർവഹിക്കുന്ന LDFൻ്റെ CPMൻ്റെ ആൾക്കാരുടെ ഇടയിലും ഇതൊരു വിഷയമായി മാറിയിട്ടുണ്ട്. അവിടെയും ഈ ഗ്രൂപ്പ് പോര് പ്രതിഫലിക്കുന്നുണ്ട് എന്നൊരു ചർച്ച തിരുവനന്തപുരത്തെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉണ്ട്. ഇനി അറിയേണ്ടത് ശ്രീകുമാർ ഇതിനകത്ത് ഭാഗമാണോ, അദ്ദേഹം ജോയി MLAയുടെ ആളാണോ അതോ ശിവൻകുട്ടിയുടെ ആളാണോ എന്നൊക്കെയുള്ളതാണ് ഇനി പുറത്തു വരേണ്ട വിവരം. അത് പുറത്തു വരുന്ന മുറയ്ക്ക് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. നമ്മൾ എന്തായാലും കഥകൾ മെനയാനില്ല. എന്തായാലും വി ശിവൻകുട്ടിക്ക് തിരുവനന്തപുരം ജില്ലയുടെ ചാർജ് ഒന്നും പാർട്ടി കൊടുത്തതായിട്ട് അറിവില്ല. കാരണം തിരുവനന്തപുരത്തിന് ഒരു ജില്ലാ സെക്രട്ടറി ഉണ്ട്, വി ജോയിയാണ്. അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി വർക്കല മത്സരിക്കാനായിട്ട് ആണ് മാറി നിന്ന് തിരിച്ച് പക്ഷേ വി ശിവൻകുട്ടിയെ വീണ്ടും ജില്ലാ സെക്രട്ടറി ആക്കുമെന്ന് അദ്ദേഹം കരുതി. അതിനുള്ള ചടുനീക്കങ്ങളൊക്കെ നടത്തി. പക്ഷേ ചടുവിൽ നടന്നില്ല. വി ജോയ് തന്നെ ജില്ലാ സെക്രട്ടറി ആയിട്ട് മടങ്ങി. അപ്പോൾ എന്നിട്ടും മുൻ മേയറായ വി ശിവൻകുട്ടി നഗരസഭയിലെ നിരന്തരം BJPക്കെതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അല്ല, BJPക്കെതിരെ മാത്രമല്ല, അദ്ദേഹം നഗരസഭാ ഭരണത്തിലും മറ്റുമൊക്കെ ഇടപെടുന്നുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളാരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ പ്രസ്താവനകളും വെല്ലുവിളികളും ഒക്കെ ആയിട്ട് അതെ അപ്പോൾ അദ്ദേഹം സജീവമാകാൻ ശ്രമിക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ രാഷ്ട്രീയത്തിൽ. പക്ഷെ അതങ്ങോട്ട് വിജയിക്കുന്നില്ല വേണ്ടത്ര. അതിന് വലിയ പ്രചാരം കിട്ടുന്നില്ല, വലിയ വില കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത് പാർട്ടിക്ക് ഉള്ളിൽ നടക്കുന്ന പല പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ജോയി ശിവൻകുട്ടി അങ്ങോട്ട് ആ തരത്തിൽ കളത്തിൽ കയറി കളിക്കാൻ ഇടം കൊടുക്കുന്നില്ല. അങ്ങനൊരു കാര്യമുണ്ട്. കടിഞ്ഞാൻ ജോയിയുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങളൊക്കെ കുറേ കളിച്ചതല്ലേ, ഇനി ഞാൻ കളിച്ചു നോക്കട്ടെ എന്ന മട്ടിലാണ് ജോയിയുടെ പോക്ക്. അപ്പോൾ ജോയിക്കും കൂടി താല്പര്യപ്പെട്ടിട്ടാണോ ഈ നഗരസഭാ വിഷയത്തിൽ ഇത്രയേറെ ആവേശം കാണിക്കുന്ന ശിവൻകുട്ടിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രീകുമാറിനെ മാറ്റി നിർത്തിയത് എന്നൊരു ചോദ്യം ഇവിടെ ഉയരും. കാരണം പൗണ്ട് കടവിൻ്റെ കൗൺസിലറായ സുധീഷ് ഇങ്ങനെ കയറി BJPക്ക് അനുകൂലമായിട്ട് മാറുമെന്ന് കൈ ഉയർത്തുമെന്ന് ഇവർ ആരും കരുതിയില്ല. അങ്ങനെ അല്ലാത്ത പക്ഷം അവിടെ VV രാജേഷിനും ഭൂരിപക്ഷം ഉണ്ടായിക്കോട്ടെ, ഒരു കൗൺസിലർ ഇല്ലല്ലോ. അല്ല, ഇവർ താഴെ വീഴും. നഗരസഭാ കൗൺസിൽ ഭരണം ഇല്ലാതാകും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും SP ദീപക് ആകും പ്രതിപക്ഷ നേതാവ്. SP ദീപക് ആകും അടുത്ത മേയർ. അങ്ങനെയാണെങ്കിൽ ശ്രീകുമാർ എന്ത് ചെയ്യും? അങ്ങനെ ഇപ്പൊ ദീപക് മേയറാകണ്ട, അങ്ങനെയും ഒരു ചിന്ത വന്നു കാണാം. അങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെയും വന്നു കാണാം. അല്ല, ഇതൊക്കെ രാഷ്ട്രീയമല്ലേ, ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എങ്ങനെയാണ്, ഇവരെ എന്തൊക്കെ കളിക്കുമെന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. ആരും ഇത് ഒരു വരി പോലും എഴുതി. പക്ഷെ അതാണ് ഞാനിത് ആലോചിക്കുന്നത്. ഇത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ എങ്ങും ഈ ഒരു എന്താ പറയാ, ഒരു വിട്ടുപോകൽ, ഈ ശ്രീകുമാർ കൗൺസിൽ പങ്കെടുത്തില്ല എന്നുള്ള ഒരു സാധനം അവിടെ. അതായത് ശബരിനാഥ് തിളച്ച വെള്ളമൊഴിച്ച ആ മിനിറ്റ്സ് ബുക്കിൽ ശ്രീകുമാറിന്റെ ഒപ്പില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, അങ്ങനെയാണ്. അപ്പോൾ മേയർ പറഞ്ഞത് അദ്ദേഹം പങ്കെടുത്തില്ല, കണ്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് അത്രേ അറിയുള്ളൂ. ഈ അന്തർനാടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും മറ്റൊരു മാധ്യമങ്ങളും ചർച്ച ചെയ്യാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ കാര്യം പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുകയാണ്. മുഖ്യമന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അടുത്ത ബന്ധുവാണ്, ഏറ്റവും അടുത്ത ബന്ധുവാണ് ഈ ശ്രീകുമാർ. ഏറ്റവും അടുത്ത അനുയായിയാണ്, ബന്ധുവാണ് അല്ലേ? അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല. എൻ്റെ അറിവിൽ അടുത്ത. അങ്ങനെ ആകുമ്പോൾ കടകംപള്ളി പാർട്ടിയിൽ നിന്ന് വേണ്ട ഇങ്ങനെ ഒറ്റപ്പെട്ട് കൊണ്ടേയിരിക്കുകയാണ്. കടകംപള്ളിയുടെ അപ്പോൾ വേണ്ട ആ ഒരു സ്ഥിതി വളരെ ദയനീയം. ആ ഒരു ഒറ്റപ്പെടല് മറ്റു കൂടെയുള്ളവരിലും ബാധിക്കുന്നു. ഒരു അങ്ങനെയും കരുതാം. എന്തായാലും മറ്റാരും ചർച്ച ചെയ്യാത്ത, മറ്റാരും ശ്രദ്ധിക്കാത്തൊരു വിഷയം ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങൾ വയ്ക്കുകയാണ്. ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് പിന്നാലെ വരാം. നന്ദി, നമസ്കാരം.